ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ജന്മാഷ്ടമിയുടെ ആ ഒരു ഫലത്തെ പറ്റിയാണ്. നാളെ സെപ്റ്റംബർ മാസം 14-ാം തീയതി ജന്മാഷ്ടമിയാണ്. ഭഗവാൻ ജനിച്ച ദിവസമാണ് നാളെ. നാളത്തെ ഒരു ദിവസം മുതൽ മുന്നോട്ട് ഒരു 6 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലും ഏറ്റവും ശുഭകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള ഒരു സമയം ആരംഭിക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം, ആ ഒരു ഈശ്വരാനുഗ്രഹം ഈ പറയുന്ന 6 നക്ഷത്ര ജാതകർക്ക് വളരെയധികം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറി വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. പലതരത്തിലുള്ള മാറ്റങ്ങളും ഈ പറയുന്ന 6 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇതിലാദ്യം അശ്വതി നക്ഷത്ര ജാതകർക്കാണ് ആ ഒരു ഈശ്വരാനുഗ്രഹം ഭാഗ്യം ലഭിക്കുന്നത്. അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇപ്പോൾ ജീവിതത്തിൽ പലതരത്തിലുള്ള കഷ്ടതകൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണ് പലരും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അതിനുവേണ്ടി നമുക്ക് പണം ചിലവഴിക്കേണ്ട അവസ്ഥ സാഹചര്യം ഇതൊക്കെ അനുഭവത്തിൽ ലഭിക്കുന്നവരും ധാരാളമാണ്. ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ അനുഭവിക്കുന്ന അശ്വതി നക്ഷത്ര ജാതകരും കുറവല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ പലതരത്തിലും പല രീതിയിലുള്ള ഒരു പോരാട്ടങ്ങളിൽ കൂടെയാണ് പലരും കടന്നു പോകുന്നത്. ഒരുപാട് അനാവശ്യ ചിലവുകൾ, പാഴ്ചിലവുകൾ, സ്വന്തം ബന്ധങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന തിക്താനുഭവങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലും അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പലതരത്തിലുള്ള മനപ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം സമയമാണ്. ഏത് തരത്തിൽ നോക്കിയാലും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിലൊരു സമാധാനക്കുറവ്, സന്തോഷക്കുറവ്, അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലും അത് വിവാഹ കാര്യങ്ങളിലുമൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. നിങ്ങളെ സംബന്ധിച്ച് നാളെ മുതൽ ആ ജന്മാഷ്ടമിക്ക് ശേഷം ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും. ജീവിതത്തിലെ പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറുന്ന സമയം ആരംഭിക്കുകയാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അതിൽ നിന്നൊക്കെ മുക്തി ലഭിച്ച് ശരീരത്തിന് തന്നെ നിങ്ങൾക്ക് നല്ല ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയം. ആശുപത്രി വാസങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി, അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥയൊക്കെ വിട്ടുമാറി അനാവശ്യമായ പാഴ്ചിലവുകളൊക്കെ ജീവിതത്തിൽ നിന്ന് വിട്ടകലും. അലച്ചിലുകൾ ഇതൊക്കെ വിട്ടുമാറും. ജീവിതത്തിലൊരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. അപ്രതീക്ഷിതമായൊരു ധനാഗമം, പണത്തിൻ്റെ ഒരു വരവ് ഉണ്ടാവും. സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വിട്ടുമാറുകയും അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ, നന്മകൾ, സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. കുടുംബത്തിലൊരു സമാധാനം, സന്തോഷമൊക്കെ ലഭിക്കുകയും ദാമ്പത്യ കുടുംബ ജീവിതത്തിലും ആ ഒരു മാറ്റങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യും. അശ്വതി നക്ഷത്ര ജാതകർക്ക് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭവുമാണ്. നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ നല്ല മാറ്റങ്ങൾ ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരികയും ചെയ്യും. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് ഇത്രയും കാലം നിങ്ങൾക്കില്ലാതിരുന്ന ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേർന്ന് ആ ജീവിതത്തെ മൂടിക്കെട്ടിയത് ഇരുട്ട് വിട്ടുമാറുകയും അന്ധകാരം വിട്ടുമാറി ഒരു പ്രകാശം, ഒരു തെളിച്ചം, ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നല്ല കാര്യങ്ങളും ശുഭകാര്യങ്ങളും നടക്കുകയും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ ജനന ജാതകപ്രകാരം ഉള്ള കാര്യങ്ങളും കൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിരിക്കും. അശ്വതി നക്ഷത്ര ജാതകർക്ക് നാളെ മുതൽ ജീവിതത്തിൽ വളരെ നല്ല ഗുണഫലങ്ങളാണ് വന്നു ചേരുന്നത്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നാളെ മുതൽ ഒരു നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങൾ പുണർദം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ, അങ്ങനെ എല്ലാവിധത്തിലുള്ള ഗുണഫലങ്ങളും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവുകളും പൂർണ്ണമായിട്ട് വിട്ടുമാറി അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ, ഈശ്വരാനുഗ്രഹങ്ങൾ, സൗഭാഗ്യങ്ങൾ
പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ്. പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കർമ്മസംബന്ധമായി വളരെ നല്ല മാറ്റങ്ങളാണ് നാളെ മുതൽ ജന്മാഷ്ടമിക്ക് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ജോലി, അത് കർമ്മ മേഖലയിലൊക്കെ നിങ്ങൾ നേരിടുന്ന പല തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ വിട്ടുമാറി അപ്രതീക്ഷിതമായിട്ടുള്ള കർമ്മസംബന്ധമായ ഉയർച്ച ലഭിക്കുക, അതുമൂലം നിങ്ങളുടെ ആ ധനസ്ഥിതി, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുക, ഈയുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ്, ഒരു വിദേശ ജോലി ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്രതീക്ഷിതമായിട്ട് മുന്നോട്ടുള്ള സമയം ജീവിതത്തിൽ പല ഭാഗ്യാനുഭവങ്ങളും നന്മകളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഒരനുഭവവും നിങ്ങൾക്ക് ലഭിക്കും. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങൾ ലഭിക്കാനുള്ള ഒരു സമയത്തിൻ്റെ ആരംഭവും ഭൂമിയോഗം, ഗൃഹയോഗമൊക്കെ പുണർദം നക്ഷത്ര ജാതകർക്ക് ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ആകുലതകളൊക്കെ വിട്ടുമാറി പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയം. അതുപോലെ സന്താന ഭാഗ്യം, വിവാഹം കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായി സന്താനമില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യമൊക്കെ മുന്നോട്ടുള്ള സമയം വന്നു ചേരും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സംബന്ധിച്ചിട്ടുള്ള മാറ്റമാണ്. ജോലി ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും നല്ലൊരു ജോലി ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭം, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും കഴിവിനും അനുസരിച്ച്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ജോലി മാറ്റം, ഇടം മാറ്റം, സ്ഥാനമാറ്റമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയവും. സ്വന്തമായി ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കും വളരെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ് പുണർദം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്നത്. പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ് നാളെ മുതൽ ജന്മാഷ്ടമി നാളിന് ശേഷം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ ഒരു ഈശ്വരാനുഗ്രഹം വളരെ ശക്തമായിട്ട് ലഭിക്കുകയും അതുമൂലം നിങ്ങളുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ഉത്തമമായ ഒരു സമയമാണ്. സാമ്പത്തികപരമായി ഒരു മുന്നേറ്റം, ധനപരമായിട്ടുള്ള ഒരു നല്ല മാറ്റമൊക്കെ പുണർദം നക്ഷത്ര ജാതകർക്ക് ലഭിക്കും. മുന്നോട്ടുള്ള സമയം പുണർദം നക്ഷത്ര ജാതകർക്ക് ആ ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നതോടുകൂടി പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങളാണ് വന്നു ചേരുക. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികളും ഈ ഒരു സമയം അവരവരുടെ ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിരിക്കും. എല്ലാ നന്മകളും നാളെ ജന്മാഷ്ടമി മുതൽ പുണർദം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ ലഭിക്കും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചും വളരെ ഉത്തമമായിട്ടുള്ള ഒരു മാറ്റമാണ് ലഭിക്കുന്നത്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ആ ഒരു ജന്മാഷ്ടമിക്ക് ശേഷം നിങ്ങളുടെ മനസ്സ് തെളിയുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ് എന്ന് പറയാം. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന അനുഭവം വന്നു ചേരും. നിങ്ങൾക്ക് ഒരു നല്ലൊരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ലഭിക്കുകയും നിങ്ങളുടെ ജീവിതത്തിന് തന്നെ അടിത്തറ ലഭിക്കുന്ന തരത്തിൽ ഒരു നല്ല മാറ്റം അനുഭവത്തിൽ വരുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളെ അലട്ടുന്ന മാനസികമായിട്ടുള്ള ഏത് പ്രശ്നമാണെങ്കിലും അതിനൊക്കെ ഒരു പരിഹാരം ലഭിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം. ശാരീരികമായും മാനസികമായും നിങ്ങൾക്ക് ഒരു സുഖം, സമാധാനം, സന്തോഷം ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാകും. നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങൾ വിട്ടുമാറും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ളൊരു മോചനം, മാറ്റം ലഭിച്ച് നിങ്ങളുടെ ശാരീരികപരമായ ആരോഗ്യം വീണ്ടും കിട്ടും. അതിനുവേണ്ടി പണം മുടക്കേണ്ട അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വിട്ടുമാറുന്ന ഒരു സമയവും. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് അവരവരുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു നല്ല മാറ്റം ലഭിക്കുന്ന സമയം. മാതാവിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുക, അതുപോലെ മാതാവ് മാതൃതുല്യ സ്ഥാനത്തുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ, നന്മകളൊക്കെ വിശാഖ നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവരവരുടെ സന്താനങ്ങളെ കൊണ്ട്, കുട്ടികളെ കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള യോഗഫലങ്ങൾ അനുഭവത്തിൽ വരും. അവരവരുടെ സന്താനങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന തരത്തിലുള്ള നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം, അവരുടെ വിവാഹം നടക്കുന്ന സമയം ഇതിൻ്റെയൊക്കെ ആരംഭവും കൂടിയാണ്.
ഒരുപാട് നല്ല മാറ്റങ്ങൾ വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്ന ഒരു ഉത്തമമായ സമയമാണ്. അതുപോലെ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആ ഒരു നല്ല അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം മുന്നോട്ടുള്ള സമയം തീർച്ചയായിട്ടും വന്നു ചേരും. എല്ലാ തരത്തിലുള്ള നല്ല ഗുണഫലങ്ങളും നല്ല മാറ്റങ്ങളും നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് ലഭിക്കുന്ന ഒരു സമയമാണ്. പലതരത്തിലും നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന പല പ്രശ്നങ്ങളും വിട്ടുമാറും. ഓരോ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ചും ഓരോരുത്തർക്കും പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളായിരിക്കും. അതിൽ നിന്നൊക്കെ ഒരു നല്ല മാറ്റം, നല്ല മോചനം ലഭിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഒരു സുഖം, സമാധാനം, സന്തോഷം, തൃപ്തിയൊക്കെ ലഭിക്കുന്ന സമയമാണ്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികളും ഈ സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ഏറ്റവും അധികം ഗുണഫലങ്ങൾ നാളെ ജന്മാഷ്ടമി മുതൽ അനുഭവത്തിൽ വരുന്ന 2 നക്ഷത്ര ജാതകർ, അത് മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്കും മകം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്കുമാണ്. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചും മകം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചും നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, വളരെ വലിയ നന്മകൾ തീർച്ചയായിട്ടും വന്നു ചേരും. പ്രധാനമായിട്ടും ഈ 2 നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സം, കാലതാമസം, ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുപോലെ തന്നെ പലതും നമുക്ക് ലഭിക്കുമെന്ന് കരുതുമെങ്കിലും അവസാന നിമിഷം ജീവിതത്തിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരനുഭവം. നമ്മളുടെ കഴിവിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നത്തിനനുസരിച്ചിട്ടോ നമ്മൾക്കൊരു ഫലം ലഭിക്കാത്ത ഒരു സാഹചര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. പലരെയും സംബന്ധിച്ച് നല്ല കഴിവുണ്ട്, പക്ഷേ കഴിവിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അത് അവരവർ ചെയ്യുന്ന കർമ്മം, ചെയ്യുന്ന ജോലി സംബന്ധിച്ചിട്ടാണെങ്കിലും പ്രതീക്ഷിക്കുന്നൊരു ഉയർച്ചയോ നന്മയോ ലഭിക്കുന്നില്ല. നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല കാര്യപ്രാപ്തി ഉണ്ടെങ്കിലും ആ യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ള ഒരു കർമ്മം, ഒരു ജോലി ലഭിക്കാത്തൊരവസ്ഥ. ഇനി എന്തെങ്കിലും ഒരു നന്മ ലഭിച്ചാൽ തന്നെ അത് സ്ഥിരമായിട്ട് ജീവിതത്തിൽ നിലനിൽക്കുന്നില്ല. ഇതൊക്കെ ഈ മൂലം മകം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. പലരെയും സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലും പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ സംബന്ധിച്ച് പലർക്കും വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് കാലതാമസം, സമയം അനുഭവത്തിൽ വരുന്നു. പലർക്കും അവസാന നിമിഷം വിവാഹം മുടങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ മാറിപ്പോകുന്ന തരത്തിലുള്ള ഒരു അനുഭവങ്ങളൊക്കെ ധാരാളം പേർക്കുണ്ട്. അതുപോലെ വിവാഹം കഴിഞ്ഞ പല വ്യക്തികളും വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് നാളുകളായിട്ടേ ഉള്ളെങ്കിലും ദാമ്പത്യ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളായിട്ട് വേർപിരിഞ്ഞ് 2 പേരും 2 കുടുംബത്തിൽ താമസിക്കേണ്ട അവസ്ഥ, അതല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഒന്നിച്ച് ജീവിക്കാൻ കഴിയാതെ കുറച്ചധികം ഒരു ദൂര സ്ഥലങ്ങളിൽ 2 പേർക്കും മാറി മാറി നിൽക്കേണ്ട അനുഭവം, ഇതൊക്കെ പലർക്കും അനുഭവത്തിലുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള മനപ്രയാസങ്ങളും ശാരീരികപരമായ ബുദ്ധിമുട്ടുകളും അതുപോലെ സാമ്പത്തികപരമായ പ്രതിസന്ധികളും ദാമ്പത്യപരമായ പ്രശ്നങ്ങളുമൊക്കെ വിട്ടുമാറുന്ന ഒരു സമയം നാളെ മുതൽ ആരംഭിക്കുകയാണ്. പലരെയും സംബന്ധിച്ച് ഇതിനൊക്കെ ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ലഭിക്കും. മകം മൂലം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കോ കഴിവിനോ അനുസരിച്ചിട്ടുള്ളൊരു ജോലി ലഭിക്കുവാനുള്ളൊരു സാധ്യത, അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളൊരു മാറ്റം, മുന്നേറ്റം ലഭിക്കുക, വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സം, കാലതാമസം വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ളൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയം, അതുപോലെ വേർപിരിഞ്ഞ് കഴിഞ്ഞിരിക്കുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് ജീവിക്കുവാനുള്ളൊരു സമയം, കാലമൊക്കെ അനുകൂലത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് എത്ര നന്മകൾ ചെയ്താലും തിരിച്ച് നിങ്ങൾക്കൊരു നല്ല വാക്കോ നന്മകളോ ലഭിക്കാത്ത അനുഭവമുണ്ട്. അത് വിട്ടുമാറുക. അതുപോലെ നിങ്ങൾ നേരിടുന്ന അനാവശ്യ എതിർപ്പുകൾ, ശത്രുതകളൊക്കെ വിട്ടുമാറി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളാൽ സാധിക്കും. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായ പ്രതിസന്ധി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം, മാറ്റം മകം മൂലം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരികയും ചെയ്യും. നാളെ മുതൽ നിങ്ങളെ സംബന്ധിച്ച് അത്രമേലൊരു ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കും. മകം മൂലം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഒരു മാറ്റം തീർച്ചയായിട്ടും വന്നു ചേരും. പ്രത്യേകിച്ച് ധനപരമായ, സാമ്പത്തികപരമായിട്ടുള്ള നല്ലൊരു മാറ്റം, ഒരു മുന്നേറ്റം ലഭിക്കും. ആ കടബാധ്യതകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയം.
മകം മൂലം നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികളും ഈ ഒരു സമയം നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശമുള്ള സ്ഥിതി കൂടെ മനസ്സിലാക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. സമയം വളരെ അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് നാളെ ജന്മാഷ്ടമിക്ക് ശേഷം ജീവിതത്തിൽ ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങൾ ലഭിക്കുകയാണ്. പ്രത്യേകിച്ച് പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച പല വ്യക്തികളും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിൽ കൂടിയാണ് ധാരാളം പൂരുരുട്ടാതി നക്ഷത്ര ജാതകരും കടന്നു പോകുന്നത്. നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം ചുമന്ന് മുന്നോട്ട് പോകേണ്ട അവസ്ഥ എന്ന് പറയുന്നത് പോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പോൾ പലരെയും സംബന്ധിച്ച് അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പലർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നഷ്ടപ്പെട്ട അനുഭവമോ അല്ലെങ്കിൽ അവരവർ ചെയ്യുന്ന ജോലിയിൽ കർമ്മത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വരുമാനം ലഭിക്കാത്ത അവസ്ഥ, എന്നാൽ ചിലവുകൾ വളരെ വളരെ കൂടുതലായിട്ടുണ്ട് താനും. ഒരു 10 രൂപ കയ്യിലേക്ക് വന്നാൽ അതിൻ്റെ ഇരട്ടിയോ അതിൽ കൂടുതലോ ഒക്കെ, അതായത് മറ്റൊരിടത്തു നിന്ന് കടം വാങ്ങി വരെ പല കാര്യങ്ങൾക്കും വേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, അതായത് പാഴ്ചിലവുകളുടെ ഒരു ഘോഷയാത്ര എന്ന് തന്നെ പറയാം. പലരുടെയും ജീവിതത്തിൽ ലഭിക്കുന്ന പണത്തിനേക്കാട്ടിൽ കൂടുതൽ പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം, അത് അവനവൻ്റെ കാര്യങ്ങൾക്കോ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ അങ്ങനെ വന്നത് മൂലം പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ, കടബാധ്യതകളിൽ കൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച പലരും. അതുപോലെ പലരെയും സംബന്ധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ജീവിതത്തിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ നിന്ന് ഒരു മാറ്റം ലഭിക്കും. അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകൾ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറും. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ഒരു ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ പറ്റുന്ന ഒരു അനുഭവം ഉണ്ടാകും. ചെറുതാണെങ്കിൽ പോലും അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക, അതുപോലെ ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം ലഭിക്കുക, ഇതിനൊക്കെയുള്ളൊരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച പലരും പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ചില വ്യക്തികൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, മറ്റ് ചിലർക്ക് സാമ്പത്തികപരമായ മറ്റ് ചില കടബാധ്യതകളോ പ്രശ്നങ്ങളോ, ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതരത്തിലാണ് കർമ്മസംബന്ധമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അതിനൊക്കെ നല്ല മാറ്റം വരും. അതുപോലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പലരും എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ച് അത് പൂർത്തീകരിക്കാനാകാതെ പകുതിയിൽ അത് നിന്നുപോയ അനുഭവം. ചിലരാണെങ്കിൽ ഒരു ഭൂമി വാങ്ങിക്കാൻ ഇറങ്ങിത്തിരിച്ചു, അല്ലെങ്കിൽ ഒരു വീട് നിർമ്മാണം, ഗൃഹനിർമ്മാണം ആരംഭിച്ച് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ അത് പകുതി വഴിയിൽ നിന്നുപോയ അനുഭവം, അവസ്ഥയുമൊക്കെ പലർക്കുമുണ്ട്. ഇങ്ങനെ ഭൂമി സംബന്ധിച്ച്, ഗൃഹം സംബന്ധിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറി മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാനുള്ള യോഗവും ഒക്കെ നിങ്ങൾക്ക് നാളെ മുതൽ മുന്നോട്ടുള്ള സമയം ആ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് വളരെയധികം അനുഭവത്തിൽ വരും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക വ്യതകൾ, അനാവശ്യമായ പാഴ്ചിലവുകൾ, ഏറ്റവും കൂടുതൽ പണം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒരു കടവും ഒരു ബാധ്യതയും ഇല്ലാതിരുന്ന പല വ്യക്തികൾക്ക് പോലും ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ മൂലം ഒരു കടബാധ്യതയുടെ അല്ലെങ്കിൽ കടക്കെണിയുടെ അവസ്ഥയിലൊക്കെ പലരും എത്തി നിൽക്കുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു മാർഗം, ഈശ്വരാനുഗ്രഹം പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് തെളിഞ്ഞു കിട്ടും. അത്രമേൽ സമയം അനുകൂലമായിട്ട് മുന്നോട്ട് വരുന്നു. ഈ ഒരു സമയം പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആ ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. സമയം വളരെ അനുകൂലമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്. നന്ദി.